യെഹോയാക്കീം രാജാവ് ജെരമ്യാവിനെ കൊല്ലുവാനായിട്ട്, ബാറൂച്ചിനെ പിടിക്കുവാനായിട്ട്, കൊല്ലുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ദൈവം അവരെ ഒളിപ്പിച്ചു. എന്നാൽ ഈ പുസ്തകത്തിന്റെ ചുരുള് വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞു. വായിച്ചു കേട്ടപ്പോൾ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ജെരമ്യാ പ്രവചനം 36-ാം അധ്യായം എടുത്താട്ടെ. ജെരമ്യാ 36 36-ന്റെ 23 അല്ലെങ്കിൽ 22 തൊട്ട്. അന്ന് 9-ാം മാസത്തിൽ രാജാവ് ഹേമന്തഗൃഹത്തിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ മുമ്പാകെ 21-ാം വാക്യം, രാജാവ് ചുരുളെടുത്തുകൊണ്ട് വരുവാൻ യഹൂദയെ അയച്ചു. അവൻ രാജാസക്കാരനെ എലീശയുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്നു. യഹൂദി അത് രാജാവിന് യഹൂദയുടെയും രാജാവിൻ്റെ ചുറ്റിലും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചു. അന്ന് 9-ാം മാസത്തിൽ രാജാവ് ഹേമന്തഗൃഹത്തിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരൻ്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവൻ നെരിപ്പോട്ടിൽ തീയിലിട്ട് വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. രാജാവാകട്ടെ ആ വചനങ്ങളെയൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ലേ? ചുരുൾ ചുട്ടുകളയരുത് എന്ന് എൽനാഥനും ലെദയാവും ശമരിയാവും രാജാവിനോട് അപേക്ഷിച്ചെങ്കിലും അവൻ അവരുടെ അപേക്ഷ കേട്ടില്ലേ? നോക്കുക, ദൈവം യെരമ്യാവിനെ അയച്ച് ബാറൂച്ചിൽ കൂടെ ആ എഴുതി കൊടുത്ത ആ ന്യായവിധിയുടെ വാക്കുകൾ, യെരമ്യാ പ്രവാചകന്റെ വാക്കുകൾ യെഹോയാക്കീം രാജാവിന്റെ മുന്നിൽ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ആ ചുരുളുകൾ മേടിച്ച് പേനാക്കത്തി കൊണ്ട് മുറിച്ചിട്ട് മുന്നിൽ കത്തിക്കൊണ്ടിരുന്ന നെരിപ്പോടിലിട്ട് ദൈവത്തിന്റെ വചനത്തെ കത്തിച്ചു കളഞ്ഞു. നാം വായിക്കുന്നു, രാജാവോ ജനങ്ങളോ ഈ വാക്കുകൾ കേട്ടിട്ട് ഭയപ്പെട്ടില്ലേ? യാതൊരു ദൈവവുമില്ലേ? ന്യായവിധി വരുന്നു എന്നുള്ളത് അന്തിമമായിട്ടും യെരമ്യാവിൽ കൂടെ മുന്നറിയിപ്പ് ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. ഇത് കേട്ടിട്ടും ഒരു ഭയവുമില്ലേ? ജനത്തിനും ഭയമില്ലേ? അവരുടെ ആത്മീയ നിലവാരം നമുക്ക് ചിന്തിക്കാം. യാതൊരു ഭയവുമില്ലേ? ഭയമില്ലാതെ വന്നപ്പോൾ ദൈവം പറഞ്ഞെന്താണ്? അതിന്റെ 30-31 വാക്യം, അവന്റെ ശരീരം, ഈ രാജാവിന്റെ ശരീരം തെരുവിൽ ഒരു കഴുതയെ പോലെ വലിച്ചിഴക്കപ്പെടും എന്ന് പറഞ്ഞു. അവനെ അടക്കുവാൻ കഴിയാതെ വണ്ണം കൽദയർ അവന്റെ ശരീരത്തെ തെരുവിൽ കൂടെ വലിച്ചു കൊണ്ടുപോകും. ആശ്ചര്യമായി അത് സംഭവിച്ചു, ചരിത്രത്തിൽ കാണുന്നു. ഇന്ന് രാത്രി ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കട്ടെ, ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ, അതിന്റെ പുറകോട്ടുള്ള ചരിത്രം നമ്മൾ ഓർക്കുകയായിരുന്നു. ദൈവം ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ ഒരുക്കിക്കൊണ്ടിരുന്നു. മറുഭാഗത്ത് തന്റെ ജനമായ യഹൂദ ജനത്തോട് വരുന്ന ന്യായവിധിയെക്കുറിച്ച് ദൈവം അരുളി ചെയ്തുകൊണ്ടിരുന്നു. മാനസാന്തരപ്പെടുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവർ മാനസാന്തരപ്പെട്ടില്ലേ? മീഖാ പ്രവാചകനിലൂടെ, ഹബക്കൂക്ക് പ്രവാചകനിലൂടെ, അവസാനം ജെരമ്യാ പ്രവാചകനിലൂടെ ന്യായവിധിയെക്കുറിച്ച് ദൈവം പറഞ്ഞുകൊണ്ടിരുന്നു. ആ ചുരുളുകൾ വായിച്ചു കേട്ടിട്ട് പോലും അവർക്ക് യാതൊരു കൂസലുമില്ലേ? രാജാവ് അതിനെ മുറിച്ച് നെരിപ്പോട്ടിലിട്ട് തീയിലിട്ട് കത്തിച്ചിട്ട് നാം വായിക്കുന്നു, രാജാവിനോ ജനങ്ങൾക്കോ യാതൊരു കൂസലുമില്ലായിരുന്നു. അവർ ദൈവത്തെ ഭയപ്പെട്ടില്ലേ? ദൈവത്തിന്റെ ന്യായവിധിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവർക്കൊരു കൂസലുമില്ലേ? ദൈവം പറഞ്ഞു, നിന്റെ ശരീരം കൽദയർ തെരുവിൽ കൂടെ വലിച്ചു കൊണ്ടുപോകും. നിന്റെ പിൻഗാമികൾ ഒരുത്തരും ഈ സിംഹാസനത്തിൽ ഇരിക്കില്ലേ? നീ ശിക്ഷിക്കപ്പെടുമെന്നുള്ളത് പറഞ്ഞു. ആശ്ചര്യമായത് സംഭവിക്കുവാൻ നെബൂഖദ്നേസർ രാജാവിനെ കൊണ്ടുവന്നു. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിച്ച പോലെ കർത്താവ് അവരെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. കർത്താവ് ഏൽപ്പിച്ചു. ഈ രാത്രി വീണ്ടും ആ ഭാഗം പറഞ്ഞ് ഞാൻ വിടുകയാണ്. ദൈവം സകലത്തെയും ഭരിക്കുന്നു. 2-ാമത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുന്നു. 3 തൊട്ട് അവസാനം വരെയുള്ള വാക്യം. എന്നാൽ 3 തൊട്ട് 7 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അസ്പനാസിനോടും ഇസ്രായേൽ മക്കളെ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജസനിൽ പരിചരിപ്പാൻ യോഗ്യരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. അങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസനിൽ നിൽക്കണമെന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവും മീശായേൽ, അസരിയാവ് എന്ന യഹൂദ പുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബെൽസസർ എന്നും, ഹനന്യാവിന് ശദ്രക് എന്നും, മീശായേലിന് മേശക് എന്നും, അസരിയാവിന് എബദ്നഗോ എന്നും പേർ വിളിച്ചു. നോക്കുക, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗത്തിലേക്ക് നാം വരികയാണ്. ഈ ബാബേലിലേക്ക് ഈ ജനത്തെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ രാജാവ് കൽപ്പിച്ചു, രാജസന്തതിയിൽ കുലീനന്മാരായ അംഗഹീനമില്ലാത്ത സുന്ദരന്മാരും
ജ്ഞാനികളും നിപുണന്മാരുമായ ചില ബാലന്മാരെ വേർതിരിപ്പാനായിട്ട് ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടി? രാജാവിനെ ശുശ്രൂഷിപ്പാൻ. കൽദയരുടെ വിദ്യയിലും അവരുടെ ജ്ഞാനവും അഭ്യസിപ്പിച്ചുകൊണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ശുശ്രൂഷിപ്പാൻ യഹൂദ രാജകുടുംബത്തിലുള്ള ചില ബാലന്മാരെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഷണ്ഡാധിപനോട് പറഞ്ഞു. ഇവിടെ ഒരു വാക്കുകൂടെ ഞാൻ പറയട്ടെ. ഇവിടെ നോക്കുക, ഷണ്ഡാധിപനോട് കൽപ്പിച്ചിട്ട് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ബാലന്മാരുടെ പേരുകൾ കാണുന്നു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്ന യഹൂദ പുത്രന്മാരുണ്ടായിരുന്നു. ഈ 4 പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. വേദപണ്ഡിതന്മാരുടെ മധ്യത്തിൽ ഒരു ചെറിയ ഡിബേറ്റ് ഉണ്ട്. ആ ഡിബേറ്റ് ഇങ്ങനെയാണ്: ദാനിയേലിനെ അവിടെ വെച്ച് ഷണ്ണനാക്കി, അങ്ങനെ ആക്കിയില്ല എന്നും ഒരു വാദമുണ്ട്. ആ വാദത്തിന് പ്രബലമായി കൊണ്ടുവരുന്ന വാദഗതി യെശയ്യാവ് 39:5-7 വരെയുള്ള വാക്യമാണ്. ഒന്ന്, ഇത് പ്രവാചകനിലൂടെ ദൈവം മുന്നറിയിപ്പ് കൊടുത്തിരുന്ന ഒരു കാര്യമായിരുന്നു. ദാനിയേലിനെ ഈ ബാലന്മാരെയും ബാബേലിൽ പിടിച്ചുകൊണ്ടുപോയി യൂണക്സ് അല്ലെങ്കിൽ ഷണ്ണന്മാരാക്കിയെന്ന് ചിന്തിക്കുവാനുള്ള കാരണം യെശയ്യാവ് 39:5-7 വരെയുള്ള. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, സൈന്യങ്ങളെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു. അടുത്ത വാക്യം, നീ ജനിപ്പിച്ചവരായി നിന്നിൽ ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിൽ ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ രാജധാനിയിൽ ഷണ്ണന്മാരായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യെശയ്യാവിൽ കൂടെ പ്രവചിച്ചു. നോക്കുക, നീ കാണിച്ച നിധികളൊക്കെ, നിന്റെ പിതാക്കന്മാർ സൂക്ഷിച്ചു വെച്ച ഈ നിധികളൊക്കെ ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകുമെന്ന് മാത്രമല്ല, നിന്റെ പുത്രന്മാരിൽ ചിലരെ ബാബേൽ രാജാവിന്റെ രാജസന്നിധിയിൽ ഷണ്ണന്മാരാക്കുമെന്ന് പറഞ്ഞു. 2, ഈ 4 ബാലന്മാരെ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവരെ ട്രെയിൻ ചെയ്യുവാൻ ഏൽപ്പിച്ചത് ഷണ്ഡാധിപന്റെ കയ്യിലാണ്. അപ്പോൾ ഈ വാദഗതി വെച്ചുകൊണ്ട് ഈ രാജകുടുംബത്തിലുള്ള ദാനിയേലിനെയും ഹനന്യാവിനെയും മീശായേലിനെയും അസരിയാവിനെയും ബാബേലിൽ ഷണ്ണന്മാരാക്കി രാജകൊട്ടാരത്തിൽ ശുശ്രൂഷിപ്പാൻ അവരെ അങ്ങനെ ക്രമീകരിച്ചു എന്ന് ഒരു വാദഗതിയുണ്ട്. തെള്ളിക്കളയുവാൻ നിവൃത്തിയില്ല. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ദാനിയേലിനെ പിടിച്ചുകൊണ്ടുപോകുന്ന പ്രായം 14-15 വയസ്സിനിടയ്ക്കാണ്. ഈ 14-15 വയസ്സിനിടയ്ക്ക് ഇവിടെ 4-ാം വാക്യത്തിൽ വായിച്ചിരിക്കുന്ന വാക്യം നോക്കിയാട്ടെ, ഒന്നൊന്നായി അപഗ്രഥിക്കുന്നില്ലേ? സകല സുന്ദരന്മാരെ, അംഗഭംഗമില്ലാത്തവരെ, കുലീനന്മാരെ, രാജസന്ധയിലുള്ളവരെ, സമർത്ഥന്മാരെ, വിദ്യാ നിപുണന്മാരെ, രാജസന്നിധിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരെ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ കോളേജിൽ നിന്നൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത നല്ല കുലീനന്മാരായ ചെറുപ്പക്കാരെ പോലെ. ഇന്നത്തെ കമ്പനികളൊക്കെ റിക്രൂട്ട് ചെയ്യുന്നവരെ നോക്കിയാട്ടെ, MBA ഒക്കെ പാസ്സായിട്ടുള്ള നല്ല ചെറുപ്പക്കാരെ ഓഫീസിലൊക്കെ ഇന്ന് റിക്രൂട്ട് ചെയ്യുന്നത് സാധാരണ കാണുന്നു. അതുപോലെ തന്നെയുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് വിദ്യാ നിപുണന്മാരും ജ്ഞാനികളും സമർത്ഥന്മാരുമായ ബാലന്മാർ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇത് പറയുമ്പോൾ ദാനിയേലിന് 14-15 വയസ്സേ ഉള്ളൂ. അവൻ 70 വർഷം പ്രവാസത്തിൽ പോയി കിടന്നു. 70 വർഷം 4 രാജാക്കന്മാരുടെ ഉത്ഭവവും അവരുടെ സാമ്രാജ്യത്തിന്റെ ഭരണവും ദാനിയേൽ കണ്ടു. 90 വയസ്സ് കഴിയുമ്പോൾ ദാനിയേൽ അപ്പോഴും, നമ്മൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ, നമ്മൾക്ക് ആ വാക്യം പിന്നീട് എടുക്കാം, അവിടെ വായിക്കുന്നു, ദാനിയേലോ കോരേശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. കോരേശ് രാജാവിന്റെ വർഷം വരെ എന്ന് പറഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവിന്റെ കാലം, ബെൽഷസ്സറിന്റെ കാലം, അത് കഴിഞ്ഞ് ബേത്യനായ ദാരിയവേശിന്റെ കാലം, അത് കഴിഞ്ഞ് കോരേശിന്റെ കാലം. നെബൂഖദ്നേസർ, ബെൽഷസ്സർ, ദാരിയവേശ്, സൈറസ് അല്ലെങ്കിൽ കോരേശ്. നമ്മൾ 21-ാം വാക്യത്തിൽ വായിക്കുന്നു, ദാനിയേലോ കോരേശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. കോരേശിന്റെ ഭരണകൂട്ട് വരുന്നത് വരെ, സൈറസ് വരുന്നത് വരെ ദാനിയേൽ ജീവിച്ചിരുന്നു. 14 വയസ്സുള്ള ബാലനായി പിടിച്ചുകൊണ്ടുപോയ ദാനിയേൽ 90 വയസ്സുള്ളവനായി കോരേശിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ മടങ്ങിപ്പോകുവാൻ വിളംബരം കൊടുക്കുന്നത് ദാനിയേലിന്റെ കാതുകളിൽ കേൾപ്പാൻ ദൈവം അനുവദിച്ചു. വളരെ വൃദ്ധനായി, ദൈവത്തിന്റെ പ്രിയപുരുഷനായി ഒരു ബാലനായി പിടിക്കപ്പെട്ട ആ ദാനിയേൽ അവൻ്റെ ജീവിതം ബാബേലിൽ ചെലവഴിപ്പിച്ചപ്പോൾ, ഒരു അന്യനാട്ടിൽ ജീവിച്ചപ്പോഴും അവനെ ബാബേലിൻ്റെ സകല വിദ്യകളും പഠിപ്പിച്ച്, നമ്മൾ ഓർക്കണം, ഇവിടെ വായിക്കുന്നുണ്ട്,
4-ാം വാക്യത്തിൽ ബാലന്മാരെ അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കണം. കൽദയരുടെ വിദ്യകൾ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും ജ്ഞാനികളായ ആ കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കിയിരുന്നത്, കരുതിയിരുന്നത് കൽദയരെയാണ്, ബാബിലോണിയൻസിനെയാണ്. അവരുടെ ഹാങ്ങിങ് ഗാർഡനും ലോകത്തിലെ 7 പുരാതന വണ്ടേഴ്സിൽ ഒന്നാണ് ഹാങ്ങിങ് ഗാർഡൻ. അത് നോക്കുക, ഈ ബാബിലോണിൽ പണിയപ്പെട്ടതാണ് കൽദയരുടെ വിദ്യകൾ. വേണ്ട, മത്തായി 2 യേശുക്രിസ്തുവിനെ നമസ്കരിപ്പാൻ വിദ്വാൻമാർ മാഗീസ് കടന്നു വരുന്നത് നാം വായിക്കുന്നു. മാഗീസ്, മാഗി എന്നുള്ള വാക്കിന്റെ അർത്ഥം മജീഷ്യൻസ് എന്നാണ്. മജീഷ്യൻസ് അവരാരാണ്? കൽദയരായിരുന്നു. കൽദയ വിദ്യകൾ അഭ്യസിച്ച ആ ജ്ഞാനികളാണ് വിദ്വാൻമാരായിട്ട് കർത്താവിനെ വീണുവണങ്ങുവാൻ അവിടെ വരുന്നത്. ആ നക്ഷത്രങ്ങൾ കണ്ട് രാജാവ് പിറന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ആസ്ട്രോളജി പഠനത്തിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിന്ന ഒരു രാജ്യമായിരുന്നു കൽദയരുടെ രാജ്യം. ഈ വിദ്യകളൊക്കെ ദാനിയേലിനെ അഭ്യസിപ്പിച്ചു. ഒരു ദൈവത്തിൻ്റെ ദാസൻ പ്രവാസത്തിൽ പോയി കിടക്കുകയാണ്. അവനത് പഠിക്കുവാൻ നിർബന്ധിതനായി മാറി. അവനത് പഠിച്ചു. ഇനിയുള്ള കാര്യങ്ങളൊന്നും നോക്കിയാട്ടെ, അവന് പല കാര്യങ്ങൾ ചേഞ്ച് ചെയ്തെടുക്കുവാൻ കൽദയർ ശ്രമിച്ചു. ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട് 7-ാം വാക്യത്തിലെ ഈ 4 പേരുടെ പേരുകൾ മാറ്റി എഴുതി. ദാനിയേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എൻ്റെ ന്യായാധിപൻ. അവന്റെ പേര് മാറ്റിയിട്ട് എന്ത് പേരാക്കി? ബെൽഷസ്സർ. ബേൽ എന്ന ദേവന്റെ സൂക്ഷിപ്പുകാരൻ, ദ കീപ്പർ ദ ടൈം ഓഫ് ബേൽ, ബേൽ രാജാവിന്റെ ഫേവർ ആയവൻ. നോക്കുക, ഗോഡ് ഈസ് മൈ ജഡ്ജ് എന്നുള്ള പേര് ബേലിന്റെ, ബേൽ രാജാവിന്റെ, അതായത് ബാബേൽ രാജ്യത്തിന്റെ ദേവന്മാരുടെ പേരിനോട് ബന്ധിപ്പിച്ചാക്കി. ബെൽഷസ്സർ. 2 ഹനന്യാവ്, ബിലവഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രിയൻ എന്നുള്ള പേര് ശദ്രക് എന്ന പേരാക്കി. സൺ ഗോഡ്, സൂര്യദേവനുള്ള ബന്ധത്തിലാക്കി. 3 മീശായേൽ, ഗോഡ് ഈസ് ഹൂ ഈസ് എസ് ഗോഡ് എന്നുള്ള പേര് ഹൂ ഈസ് ലൈക്ക് വീനസ് എന്നുള്ള പേരിലേക്ക് മാറ്റി. അസ്രിയാവ്, ദ ലോർഡ് ഈസ് മൈ ഹെൽപ്പ് എന്നുള്ള പേര് അബേദ്നെഗോ, സെർവന്റ് ഓഫ് നെഗോ എന്ന് പറയുന്ന ദേവന്റെ പേരാക്കി മാറ്റി. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ ഈ 4 ബാലന്മാരുടെ പേരുകൾ യഹോവയായ ദൈവത്തോട് ബന്ധപ്പെട്ടിരുന്നു. ഗോഡ് ഈസ് മൈ ജഡ്ജ്, ബെലവഡ് ഓഫ് ദ ലോർഡ്, ഹൂ ഈസ് അസ് ഗോഡ്, ദ ലോർഡ് ഈസ് മൈ ജഡ്ജ്. യഹോവയായ ദൈവത്തോട് ബന്ധപ്പെട്ടിരുന്ന ഈ 4 പേരുടെ പേരുകൾ, ബാലന്മാരുടെ പേരുകൾ കൽദയരിൽ പിടിച്ചുകൊണ്ടുപോയപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ദേവന്മാരുടെ പേരിനോട് അവരുടെ പേരങ്ങ് മാറ്റി. ബെൽഷസ്സർ എന്നും ശദ്രക്കെന്നും മേശക്കെന്നും അബദ്നെഗോ എന്നും ആക്കി. അവരുടെ ദേവന്മാരുടെ പേരിനോട് ചേർത്താക്കി. എന്തിനാണെന്നറിയാമോ? ഇറ്റ് വാസ് നാച്ചുറലൈസേഷൻ. അമേരിക്കയിൽ കുടിയേറിയുന്നവർക്കറിയാം, 5 വർഷമോ മറ്റോ ആണ് നാച്ചുറലൈസേഷന്റെ ടൈം, ഒരു അമേരിക്കക്കാരനായി മാറുവാൻ. അതുപോലെ തന്നെ ഇവരെ വാസ്തവത്തിൽ അവരുടെ ദൈവത്തെക്കുറിച്ചും അവരുടെ പൂർവന്മാരുടെ ബന്ധത്തിലുള്ള കാര്യങ്ങൾ മറന്നിട്ട് അവരെ വാസ്തവത്തിൽ കൽദയരാക്കി മാറ്റുവാൻ അവരുടെ ദേവന്മാരോടുള്ള ബന്ധത്തിൽ പേരുകളൊക്കെ ആക്കി തീർത്തു. പിന്നെന്താ ചെയ്തത്? താഴോട്ട് നമ്മൾ വായിക്കുന്നു 8-ാം വാക്യത്തിൽ രാജാവിൻ്റെ ഭോജനം കുടിക്കുവാൻ, രാജാവിൻ്റെ മേശയിലെ വീഞ്ഞു കുടിപ്പാനൊക്കെ കാര്യങ്ങൾ ക്രമീകരിച്ചു. രാജഭോജനം നോക്കുക, കൊടുക്കുവാൻ തീരുമാനിച്ചു. ഈ ബാലന്മാരെ നമ്മൾ ഓർത്തു, 14 വയസ്സുള്ള ബാലന്മാർ. ഏതൊരു ആ ടീനേജിനുള്ളവരും രാജാവിൻ്റെ മേശയിലെ ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ ആർത്തിയോട് ഭക്ഷിക്കുന്ന ഒരു പ്രായമാണ്. നമുക്ക് തന്നെ അറിയാം, അങ്ങനെയുള്ളൊരു ഭക്ഷണം കിട്ടിയാൽ, രാജമേശയിൽ ഭക്ഷിക്കുവാൻ ഒരു അവസരം കിട്ടിയാൽ അത് വളരെ വിലപ്പെട്ടതായി കരുതും. എന്നാൽ ഈ ടീനേജിലുള്ള ബാലന്മാർ, പ്രത്യേകിച്ച് ദാനിയേലിനെ ഇവിടെ കാണുന്നു 8-ാം വാക്യത്തിൽ, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. 3 വർഷത്തെ കോഴ്സാണ്. ഈ 3 വർഷം കൊണ്ട് ഇവരെ ട്രെയിൻ ചെയ്തെടുക്കണം. അവരുടെ ദേവന് സമർപ്പിച്ച ഭക്ഷണം കൊടുക്കുകയാണ്, അവരുടെ ദേവന് അർപ്പിച്ച വീഞ്ഞു കൊടുക്കുകയാണ്. ദാനിയേലിന് മനസ്സിലായി, ഞങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇതിൽ നിന്ന് പങ്കെടുത്താൽ എൻ്റെ നൈർമല്യതയ്ക്ക് ഭംഗം വരും. ദാനിയേൽ എന്ത് ചെയ്തു? അവൻ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ എന്നെ തന്നെ മലിനപ്പെടുത്തില്ല. ഹി ഹാസ് പർപ്പസ്ഡ് ഇൻ ഹിസ് ഹാർട്ട് ദാറ്റ് ഹി വിൽ നോട്ട് ഡിഫൈൽ ഹിംസെൽഫ്. ഇന്ന് രാത്രിയിൽ ആ വാക്യം കൂടെ ധ്യാനിച്ച് നമുക്ക് കടന്നു പോകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ മലിനപ്പെടുത്തുവാൻ നമ്മൾ അനുവദിക്കാതെ സാധിക്കുകയല്ല. നമ്മൾ അനുവദിക്കാതെ നമ്മൾ ഒരിക്കലും മലിനപ്പെടില്ല. ഞാൻ മലിനപ്പെടുന്നെങ്കിൽ അതിൻ്റെ കാരണം ഞാനാണ്, മറ്റാരുമല്ല.
ദാനിയേല് നോക്കുക, ആരാണ് നെബൂഖദ്നേസർ രാജാവ്? അവന്റെ സ്വഭാവത്തെക്കുറിച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നു. അവനെ ജനങ്ങൾ വിറച്ചു എന്നാണ് വായിക്കുന്നത്. സർവ്വലോകത്തിലുമുള്ളവർ അവന്റെ വിധി കേട്ട് അവനെ ഭയത്തോടെ വിറച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ നോക്കുക. അതിന്റെ 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ചാൽ 5:19, അവന് നൽകിയ മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചു. ലോകത്തിലുള്ള മനുഷ്യൻ മുഴുവൻ ഭയപ്പെട്ട് വിറച്ച നെബൂഖദ്നേസർ രാജാവ്. ആ രാജാവ് ഈ ബാലന്മാരെ പിടിച്ചുകൊണ്ടുപോയി രാജാവിന്റെ മേശയുടെ ഭക്ഷണവും ബിംബത്തിന് അർപ്പിച്ച വീഞ്ഞും കുടിക്കുവാൻ കൊടുത്തപ്പോൾ ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു, എന്ത് സംഭവിക്കട്ടെ, ഞാൻ എന്നെ തന്നെ മലിനപ്പെടുത്തില്ലേ. ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കട്ടെ, ദൈവിക വെളിപ്പാട് കിട്ടുവാൻ ദാനിയേലിനെ ദൈവം എന്തുകൊണ്ട് പ്രിയപുരുഷനായ ദാനിയേലെ എന്ന് 3 പ്രാവശ്യം ഈ ഗ്രന്ഥത്തിൽ വിളിച്ചു? ഇത് നിസ്സാര കാര്യമല്ലേ? ഇറ്റ് വാസ് എ ടൈം ഓഫ് ക്രൈസിസ് ഇൻ ഹിസ് ലൈഫ്. അവന്റെ ജീവൻ ഒരു ത്രാശിൽ തൂങ്ങിക്കിടക്കുകയാണ്. ലോകം മുഴുവൻ വിറയ്ക്കുന്ന ഒരു രാജാവിന്റെ സാമ്രാജ്യത്തിൽ അവൻ പിടിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് രാജാവിന് വേണ്ടി ശുശ്രൂഷയിൽ ഏൽപ്പിച്ചപ്പോൾ അവൻ ഒരു തീരുമാനമെടുത്തു. Daniel has purposed in his heart that he will not defile himself. ഈ രാത്രി വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, എന്നെ മലിനപ്പെടുത്തുവാൻ എനിക്കേ കഴിയുള്ളൂ. പക്ഷെ ഇങ്ങനെ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തപ്പോൾ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? യെസ്, God was honoring his loyalty and preparing in advance a way for his deliverance. ദൈവത്തോടുള്ള ഈ വിധത്തിലുള്ള ഒരു സമർപ്പണം ദാനിയേൽ കാണിച്ചപ്പോൾ അതിനു മുമ്പ് തന്നെ ദൈവം അവനെ വിടിവിപ്പാൻ വഴികൾ ഒരുക്കി. അതിൻ്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. വീണ്ടും ചുമന്ന മഷി കൊണ്ട് വരയ്ക്കേണ്ട ഒരു വാക്യമാണ് 9-ാം വാക്യം. ദാനിയേൽ ഇങ്ങനെ ഹൃദയത്തിൽ നിശ്ചയിച്ചപ്പോൾ 9-ാം വാക്യം, ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ആരിടവരുത്തി? ദൈവം ഇടവരുത്തി. രാജാവിന്റെ ഹൃദയം നീർത്തോടുപോലെ കയ്യിലിരിക്കുന്നു. ഈ രാത്രി ആ വാക്യം നോക്കുക. ദൈവം ദാനിയേലിന്റെ ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. God was preparing that man to favor Daniel. The reason is his purpose, the purpose what he has taken, the decision that he will not defile himself. തന്നെത്താൻ മലിനപ്പെടുത്തില്ല എന്ന് അവനെടുത്ത തീരുമാനത്തെ ദൈവം ആദരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മുടെ തീരുമാനങ്ങൾ വലിയ കോൺസിക്വൻസ് ഉളവാക്കുന്നതാണ്. നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ, വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ള തീരുമാനങ്ങൾ, ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള തീരുമാനങ്ങൾ, നമ്മളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, ഈ വാക്യങ്ങൾ പഠിക്കുമ്പോൾ, ഈ 1-ാം അധ്യായം പഠിക്കുമ്പോൾ ന്യായമായി നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരല്പമൊന്ന് കോംപ്രമൈസ് ചെയ്താൽ എത്ര ഉന്നതമായ സ്ഥാനം കിട്ടും? അല്പമൊന്ന് കോംപ്രമൈസ് ചെയ്താൽ. ഇന്ന് ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യം അതല്ലേ? ലോകത്തിൽ വിജയിക്കണമെങ്കിൽ, ലോകത്തിൽ ഉന്നതമാകണമെങ്കിൽ ലോകം ഒഴുകുന്ന പോലെ അല്പമൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്തേ സാധിക്കുള്ളൂ. ബട്ട് ലെറ്റ് മീ എംഫസൈസ്, സക്സസ് ഈസ് നോട്ട് ഡിപ്പെൻഡഡ് അപ്പോൺ കോംപ്രമൈസ്. ദാനിയേൽ ഇന്ന് രാത്രി നമ്മോട് പറയുന്നു, സക്സസ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ കോംപ്രമൈസ്, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഗാഡ്. അവന്റെ തീരുമാനത്തെ ദൈവം ആദരിച്ചിട്ട് അവനെ വിടുവിപ്പാൻ ദൈവം വഴികളൊരുക്കുകയായിരുന്നു. ഞാനിരുന്ന് ധ്യാനിക്കുകയായിരുന്നു. ബൈബിളിൽ നമ്മൾ ഉടനീളം പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ എന്താണ് കോംപ്രമൈസ് ചെയ്തതിൻ്റെ ഫലമായി, അല്പമൊന്ന് ഇഴകിച്ചേർന്നതിൻ്റെ ഫലമായി, കോംപ്രമൈസ് ചെയ്തതിൻ്റെ ഫലമായി അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട വലിയൊരു പട്ടിക. ആദം ദൈവം കൊടുത്ത പ്രമാണത്തെ കോംപ്രമൈസ് ചെയ്തു. ഹി ലോസ്റ്റ് പാരഡൈസ്. അബ്രഹാം സാറയുള്ള ബന്ധത്തിൽ കോംപ്രമൈസ് ചെയ്തു. അവൻ്റെ ഭാര്യയെ മിക്കവാറും അവന് നഷ്ടമായി. സാറ ഒരു മകന് വേണ്ടി ഹാഗറിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തു. ഇന്ന് മധ്യപൂർവ്വദേശം ആളിക്കത്തുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമുഖരിതമായി. ഏശാവ് ഒരു ഭക്ഷണത്തിന് വേണ്ടി അവൻ്റെ ജ്യേഷ്ഠാവകാശം കോംപ്രമൈസ് ചെയ്തു. അവൻ്റെ അനുഗ്രഹങ്ങൾ അവന് നഷ്ടമായി. അഹരോൻ വിഗ്രഹത്തെ നമസ്കരിക്കുന്നതിനുള്ള ബന്ധത്തിൽ അല്പമൊന്ന് കോംപ്രമൈസ് ചെയ്തു. വാഗ്ദത്ത നാട് അവന് നഷ്ടമായി. ശിംശോൻ ദൈവത്തോടുള്ള ഡിമോഷനിൽ ചില സ്ത്രീകളുള്ള ബന്ധത്തിൽ അവൻ അല്പം കോംപ്രമൈസ് ചെയ്തു. അവനെല്ലാം നഷ്ടമായി. അവൻ്റെ മുടി നഷ്ടപ്പെട്ടു, കണ്ണ് നഷ്ടപ്പെട്ടു, ജീവനും നഷ്ടപ്പെട്ടു. ദാവീദ് അവൻ്റെ മോറൽ സ്റ്റാൻഡേർഡ് ഊറിയാവിനോടും മറ്റുമുള്ള ബന്ധത്തിൽ അല്പം കോംപ്രമൈസ് ചെയ്തു. എന്ത് സംഭവിച്ചു?
യെസ്, അവന് ജനിച്ച കുഞ്ഞ് നഷ്ടപ്പെട്ടു. മാത്രമല്ല, വാള് അവൻ്റെ വീട്ടിൽ നിന്ന് മാറാതിടയായി. ശലോമോൻ ദൈവം കൊടുത്ത കൺവിക്ഷൻ, വിവാഹത്തോടുള്ള ബന്ധത്തിൽ അന്യഭാര്യമാരെ എടുക്കുന്നതിൽ കോംപ്രമൈസ് ചെയ്തു. അവൻ്റെ സാമ്രാജ്യം രണ്ടായിട്ട് കീറിമുറിക്കപ്പെട്ടു. ആഹാബ് ജസബേലിനെ വിവാഹം കഴിക്കുന്നതിൽ കോംപ്രമൈസ് ചെയ്തു. ആഹാബിന് സിംഹാസനം നഷ്ടമായി. അനന്യാസ് സഫീറയും സത്യത്തോടുള്ള ബന്ധത്തിൽ അല്പം കോംപ്രമൈസ് ചെയ്തു. അവർക്ക് രണ്ടുപേർക്കും അവരുടെ ജീവിതം നഷ്ടമായി. യൂദാസ് യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തെക്കാട്ടിൽ വെള്ളിക്കാശിനോടുള്ള ആ വില അവൻ കോംപ്രമൈസ് ചെയ്തപ്പോൾ അവൻ്റെ പ്രാണൻ നിത്യതയിൽ നഷ്ടമായി. ദൈവത്തിൻ്റെ വചനം ഉടനീളം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു, കോംപ്രമൈസ് ചെയ്തവർ അവർ നഷ്ടപ്പെട്ടു. ദാനിയേലോ വാളിന്റെ മുനയിൽ ജീവിതം തൂങ്ങിക്കിടന്നപ്പോൾ, സാഹചര്യം മുഴുവൻ എതിരായപ്പോൾ, ലോകം മുഴുവൻ വിറയ്ക്കുന്ന ഒരു രാജാവിന്റെ രാജ്യത്തിൽ അവനെ പ്രവാസിയായി കൊണ്ടുപോയി. രാജാവിന്റെ ആ കൊട്ടാരത്തിൽ ശുശ്രൂഷിപ്പാൻ അവനെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ദൈവം കൊടുത്ത വെളിപ്പാടുകൾക്ക് വിരോധമായി അവൻ മലിനപ്പെടുമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ, he has taken a decision in his heart that he will not defile himself. ഈ 1-ാം അധ്യായത്തിൽ ദൈവം ആ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. A great moral condition is needed for the enlightenment of his word. എന്തുകൊണ്ടാണ് ദാനിയേലിനെ പോലുള്ള വിഷനും, എന്തുകൊണ്ടാണ് ദാനിയേലിനെ പോലുള്ള വെളിപ്പാടുകളും വാസ്തവത്തിൽ ദൈവജനത്തിൽ ലഭിക്കാൻ നാം പുരുഷന്മാരിൽ ഇല്ലാതെ വന്നു, സ്ത്രീകളില്ലാതെ വന്നു? All of us have compromised in many things and we cannot claim the blessings from God as Daniel was able to get. 1-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം. നമ്മൾ 9-ാം വാക്യം നമ്മൾ ഓർത്തു, ദൈവം ഇടവരുത്തി. Now God has brought it to favor him with a tender love. ആ ഷണ്ഡാധിപന്റെ ഹൃദയത്തിൽ ദൈവം വരുത്തി. നോക്കാം, ഇത് വായിക്കുമ്പോൾ ഒരു വാക്യം ഞാൻ ഓർപ്പിക്കട്ടെ. എന്താണെന്നറിയാമോ? അതിൻ്റെ 10 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അവന്റെ പരിജ്ഞാനത്തെ കാണുന്നു. എന്നാൽ സദൃശ്യവാക്യം 16-ന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. Proverbs chapter 16 verse 7, അതിന്റെ 16-ന്റെ 7-ാം വാക്യം. ഒരുത്തന്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെ അവനോട് ഇണക്കുന്നു. എന്തൊരു വാക്യമാ! When a man's way are pleasing to the Lord, he makes even his enemies live at peace with him. ഒരുത്തന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവന്റെ ശത്രുക്കൾ പോലും ദൈവം വായിക്കുന്നു, അവനെ മിത്രങ്ങളാക്കി തീർക്കും. ഇതല്ലേ ദാനിയേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ദാനിയേലിന്റെ വഴികളിൽ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ അവനെ സൂക്ഷിക്കുവാൻ കൊടുത്ത ഷണ്ഡാധിപന്റെ ഹൃദയത്തിൽ അവനോട് സ്നേഹം തോന്നുവാൻ ദൈവം ഇടയാക്കി. മനുഷ്യന്റെ കഴിവ് കൊണ്ടല്ലേ, മനുഷ്യൻ കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ടല്ലേ, മനുഷ്യന്റെ സ്ട്രാറ്റജി കൊണ്ടല്ലേ. യോശുവയോട് ദൈവം എന്താണ് പറഞ്ഞത്? വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്ത് ജയിക്കേണ്ട, ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട യോശുവ, വാസ്തവത്തിൽ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി പഠിക്കേണ്ട യോശുവ 1:1 എന്താ പറഞ്ഞത്? നിനക്ക് ശുഭമായിരിക്കാൻ ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെ സാധിക്കുവാൻ നീ എന്ത് ചെയ്യണം? ഈ വചനത്തിന് പ്രമാണം നീ ധ്യാനിക്കണം, നീ ഇതിൽ നിന്ന് വിട്ടുപോകരുത്. ജോഷുവ വിജയിച്ചതിൻ്റെ കാരണം അതാണ്. ഇന്ന് രാത്രി നമ്മൾക്ക് ചിന്തിപ്പാൻ ഇടയാകട്ടെ. അവിടെ നോക്കുക, 9-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. ദാനിയേലിന് ദൈവം വിളിച്ച പേര് 9:23. നീ ഏറ്റവും പ്രിയനാകയാൽ. 10:11 അവൻ എന്നോട് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ. 19-ാം വാക്യം. ഏറ്റവും പ്രിയ പുരുഷ, എന്തൊരു വിളിയ! ഏറ്റവും പ്രിയ പുരുഷനായ ഡാനിയേൽ. ഓ ഡാനിയേൽ, എ മാൻ ഗ്രേറ്റ്ലി ബെലവഡ്. ഓ ഡാനിയേൽ, എ മാൻ ഗ്രേറ്റ്ലി ബെലവഡ്. ദൈവം പറയുകയാണ്, എ മാൻ ഹു വാസ് ഗ്രേറ്റ്ലി ബെലവഡ് ഓഫ് ഗോഡ്. അതിൻ്റെ കാരണം എന്താണ്? ഹിസ് ഡിസിഷൻ. അവൻ തന്നെത്താൻ നിശ്ചയിച്ചു. അങ്ങനെ ചെയ്തെന്ന് മാത്രമല്ല, 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ ദൈവം മറ്റുള്ളവരോടും ദാനിയേലിനോട് കരുണ കാണിപ്പാനിടയാക്കി തീർത്തു. ദൈവം ഫേവർ ചെയ്തെന്ന് മാത്രമല്ല, 1:9 മറ്റുള്ളവരും ഫേവർ ചെയ്യാൻ നോക്കി. ദൈവം 17-ാം വാക്യത്തിൽ, ആ വാക്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. 17-ാം വാക്യം, 1:17. ആ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണരിലും സാമർഥ്യം കൊടുത്തു. ഗോഡ് ഗേവ്. ഈ അധ്യായത്തിൽ 3 പ്രാവശ്യം അത് വായിക്കുന്നു. നെബൂഖദ്നേസർ രാജാവിന്റെ കയ്യിൽ നമ്മൾ 1-ാം അധ്യായത്തിന്റെ 1-നുള്ള വാക്യത്തിൽ വായിക്കുന്ന പോലെ യഹോയാക്കീമിനെ ദൈവം ഏൽപ്പിച്ചു. 9-ാം വാക്യത്തിൽ ഷണ്ഡാധിപന് ദാനിയേലിനോട് ദയ കാണിപ്പാൻ ദൈവം ഇടവരുത്തി. 3-ാമത് 17-ാം വാക്യത്തിൽ ആ 4 ബാലന്മാർക്ക് ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും സാമർഥ്യം കൊടുത്തു. ഗോഡ് ഗേവ്.
ദൈവം കൊടുത്തു. എന്താ അതിൻ്റെ കാരണം? ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സദൃശവാക്യം 25, Proverbs 25 verse 14. Proverbs 25 verse 14 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. The secret of the Lord is with them that fear him. അവനെ ഭയപ്പെടുന്നവരോടുകൂടെ ദൈവത്തിൻ്റെ രഹസ്യം ദൈവം വെളിപ്പെടുത്തുന്നു. The secret of the Lord is with them, those who fear him. Anyhow, നമ്മൾ അതിൻ്റെ സദൃശവാക്യം 1:7 വായിക്കുന്നു. Proverbs chapter 1 verse 7. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. സദൃശവാക്യം 1:7. സദൃശവാക്യത്തിൽ the secret of the Lord is with them that fear him. ദൈവത്തിൻ്റെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തൻ്റെ രഹസ്യം അവരോട് അറിയിക്കുന്നു. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ദൈവത്തിൻ്റെ സഹിത്വമാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ദാനിയേലോ കോരശ് രാജാവിൻ്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. എ കൺസിസ്റ്റന്റ് ലൈഫ്. നെബൂഖദ്നേസറിൻ്റെ കാലത്ത്, ബെൽഷസ്സറിൻ്റെ കാലത്ത്, ദാരിവേശിൻ്റെ കാലത്ത്, കോരശിൻ്റെ, സൈറസിൻ്റെ കാലത്ത് ഈ 4 രാജാക്കന്മാർ ഭരണം മാറി. ദാനിയേലിനെ കുറിച്ച് വായിക്കുന്നു. ഹി വാസ് കൺസിസ്റ്റന്റ്. അവന് മാറ്റം വന്നില്ലേ? അവിടെ മൂലഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ നിലനിന്നു പോന്നു. ദൈവത്തിലും ദൈവജനത്തിലും അവൻ നിലനിന്നു പോന്നു. ഈ രാത്രിയിൽ ഇവിടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. യാതൊരു മാറ്റവുമില്ലാതെ ദാനിയേൽ നിലനിന്നു പോന്നു. എ കൺസിസ്റ്റന്റ് ലൈഫ്. ദൈവത്തിൻ്റെ സഹിത്വം ലഭിച്ച ഒരു പുരുഷൻ, ദൈവത്തിൻ്റെ പ്രിയ പുരുഷൻ. അവന് ദൈവം തൻ്റെ ആലോചനകൾ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് എന്താണ് ദൈവം വെളിപ്പെടുത്തിയെന്ന് പഠിക്കാൻ പോവുകയാണ്. എന്നാൽ പ്രാരംഭമായി നമ്മൾ പഠിച്ചത് നമുക്ക് എ മോറൽ സ്റ്റാൻഡേർഡ് ഈസ് നീഡഡ് ഫോർ ദ എൻലൈറ്റ്മെൻറ്റ് ഓഫ് ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം നമുക്ക് ലഭിക്കുവാൻ ഒരു ധാർമ്മികമായ ഉന്നത നിലവാരം ആവശ്യമാണ്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. 2-ാം അധ്യായത്തിൽ ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ രാജ്യം എന്ന് വരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മോശകരമായ ഭരണകൂടത്തിൻ്റെ ചിത്രം നമുക്ക് കാണിച്ചു തരികയാണ്. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ നമുക്കത് പഠിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവം വാഴുന്നു. ഗോഡ് റെയിൻസ്. ഒന്നും അവിചാരിതമായി സംഭവിക്കില്ല. ഏറ്റവും കാമായിട്ട്, സ്വൈരമായിട്ട്, സ്വസ്ഥമായിട്ട് ജീവിപ്പാൻ അവൻ്റെ ജനത്തിന് കഴിയും. കാരണം അവരുടെ ദൈവം വാഴുന്നു. അവരുടെ ദൈവത്തിൻ്റെ സഹിത്വം അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തൻ്റെ രഹസ്യം അവരെ അറിയിക്കും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശുദ്ധന്മാരാണോ? വേർതിരിക്കപ്പെട്ടവരാണോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് കഴുകപ്പെട്ട് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണോ? അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ സഹിത്വം കിട്ടും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവൻ്റെ വലിയ വെളിച്ചങ്ങളും വെളിപ്പാടുകളും അവൻ നൽകുന്നതായിത്തീരും. ദൈവം അതിന് നമുക്ക് ഇടയാക്കട്ടെ.